പിന്നെ അമ്മയ്ക്ക് ഫ്ലൈറ്റ് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അത് അമ്മയ്ക്ക് കാറിനകത്തിരുന്ന് തന്നെ ഫ്ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര വെപ്രാളമാണ് കേട്ടോ. അപ്പം അമ്മേനെയും ചിറ്റമ്മേനെയൊക്കെ ഒന്ന് ഫ്ലൈറ്റ് കാണിക്കണം. അപ്പോൾ ഇവര് പ്ലെയിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 രൂപ. ശ്വാസം വിട്ടത്തില്ല. അമ്മ ആദ്യമായിട്ടാണോ അടുത്ത് കാണുന്നത്? അടുത്ത ആദ്യമായിട്ടാണോ? അവള് പ്ലെയിനിൽ കയറാന്നൊക്കെ വിചാരിച്ചിരിക്കുവാ. പ്ലെയിൻ കിടക്കുന്നുണ്ടോ? ഇറങ്ങുന്നത് കാണാൻ പറ്റില്ലല്ലേ? നമുക്ക് കേറാം. ഇനി കേറാൻ എപ്പോ ഭാഗ്യം കിട്ടുമെന്ന് അറിയത്തില്ല. ആഗ്രഹമില്ലേ കേറാൻ? പിന്നെ ഇല്ലേ കണ്ടപ്പോ ദുബായിക്ക് പോയാലോ? കലിപ്പുണ്ടാവും. ദുബായിക്ക് പോയാലോ? പോയേക്കാം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു ഞാൻ വെളുപ്പിനെയാണ് വന്നത്. ഏകദേശം 5 മണിക്ക്. എന്നെ മിസ് ചെയ്യുന്നൊക്കെ കമന്റ് കാര്യങ്ങളൊക്കെ കണ്ടു. ഒത്തിരി സന്തോഷം കേട്ടോ. കുഞ്ചപ്പനാണ് വീഡിയോ എഡിറ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പോസ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പം കുറെ സ്പീഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാനാ കേട്ടോ ചെയ്തത്. ബാക്കിയെല്ലാം അവളെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അതാക്കിയത്. അപ്പൊ അവള് സ്പീഡിൽ സംസാരിക്കുന്നതല്ല, ഞാൻ അത് സ്പീഡ് ശകലം കൂട്ടുന്നതാണ് കേട്ടോ. അത് കുറയ്ക്കണം. അതെ, അത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ യെസ്. അപ്പൊ ഞങ്ങള് ഇത് ഇന്നലെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇന്നലെ കുഞ്ചൂസ് എനിക്ക് ഇത് മേടിച്ചു തന്നാണ്. ഇവിടെയുണ്ട്. ഇതിന്റെ ഷൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. അതിന്റെ ഒരു ഇളക്കത്തിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ. എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഷൂ ഒന്നും അങ്ങനെ മേടിക്കത്തില്ലാത്ത ആളാണ്. പക്ഷെ എനിക്ക് ഈ യാത്രയിൽ എന്തായാലും നല്ലൊരു ഭംഗിക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പൊ കേട്ടോ വേണ്ട കുഞ്ചൂസിന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചാലോ. വേണ്ട, നിങ്ങൾ ഓൾറെഡി ഷോർട്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എവിടുന്ന ഓർഡർ ചെയ്ത്? മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പൊ ആ കൂട്ടത്തില് കുഞ്ഞു ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ട്, നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പം ഈ യാത്രയിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കാണാം, വഴിയെ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു യാത്രാ സീരീസ് ആരും മുടക്കണ്ട. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും അംഗങ്ങളാകുക. നേരെ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലേക്കൻ അടിച്ചു ഓടിക്കും കേട്ടോ. ഈ യാത്രയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറില്ല. കാർ നമ്മുടെ സർവീസാണ്. നമുക്ക് AC ക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് സർവീസ് ഓൾറെഡി സർവീസ് കഴിഞ്ഞാണ്. പക്ഷെ ഒരു AC ഗ്യാസ് പോയിട്ടാണെങ്കിൽ തീർന്നിട്ട് നമുക്ക് ഇത് കിട്ടുന്നില്ല, ഈ തണുപ്പ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മള് ഇട്ടേക്കുവാണ് കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടും അല്ലെ? അപ്പൊ ഓട്ടോ ബസ് അതെ, പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഹൈലൈറ്റ്സ് ഒക്കെ കുറച്ചൊക്കെ ആഡ് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടുവാ. യെസ്. അച്ഛയൊക്കെ പുറകില് തൊപ്പിയൊക്കെ വെച്ച് സുന്ദരനായിട്ട് നമുക്ക് കാണിച്ചത് കാണിച്ചത്. നമുക്ക് നേരെ വീഡിയോ കിട്ടുവാ. യെസ്. ആമീൻ ഇവിടെ നിർത്തിക്കോ. സോമനോട് നിന്നോയേ. ഇല്ല, ഇവിടെ നിന്നോ മോൻ, ഇവിടെ നിന്നോ. ചോമയുടെ കൂടെ, ചോമയ്ക്ക് കൂട്ടായിട്ട്. ഇല്ല പ്ലീസ്. അപ്പൊ നമ്മള് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, മിക്കി ആരും നോക്കുന്നത് കേട്ടോ. അപ്പൊ മിക്കിയെ നമ്മുടെ ശോഭാമ്മ നോക്കിക്കോളും, ശോഭാമ്മ അച്ഛനും നോക്കിക്കോളും കേട്ടോ. കുറച്ച് ദിവസം അച്ഛനെ അമ്മയും തന്നെയാണ് കേട്ടോ നോക്കിക്കൊള്ളൂല്ലേ. അപ്പൊ അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള ചിക്കനും കാര്യങ്ങളും എല്ലാം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അവൾക്ക് കൊടുക്കുന്നതല്ല കേട്ടോ. അച്ഛൻ എല്ലാ ദിവസം വൈകിട്ട് അവളുടെ കൂടെ ഇതുവഴി നടക്കുന്നതാണ് കേട്ടോ. അതെ. എന്റെ അമ്മ ചേട്ടാട് പോവാന്ന് പറഞ്ഞു മോനെ. പോയിട്ട് വരാന്ന് പറ. എന്നെ ചേട്ടാക്ക് വരുമ്പോ എന്നെ മേടിച്ചോണ്ട് വരണ്ടെന്ന് ചോദിച്ചേ. എന്നെ വേണ്ടെന്ന് ചോദിച്ചേ. അങ്ങനെ വരയില്ലെന്ന് പറ.
ഉമ്മ കൊടുത്ത ചേട്ടായിക്ക് അവനെന്തി ആ പോയോ ആരെ വിളിക്ക എത്ര ആയോ എച്ചൂട്ടി കൊണ്ടേ നീ കൂടെ പൊക്കോ പൊക്കോ അയ്യോ നാച്ചത് പൊക്കോ ലച്ചൂട്ടി ഇല്ലേ ലച്ചൂട്ടി കൊടുത്താക്കട്ടെ ഓട്ടോ വരുന്നേ ഉള്ളു കേട്ടോ നമ്മുടെ സതീശൻ ചേട്ടൻ തന്നെ കേട്ടോ വരുന്നേ സതീശന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഹലോ അവിടെ നിന്ന് മേളിൽ നിന്ന് ഓട്ടോ വരുന്നുണ്ട് കൂട്ട് വെട്ടി പൂച്ചയുടെ കൂട്ട് വെട്ടി കണ്ടോ മോന്ത വെക്കുന്നുണ്ട് പിണക്കോ നമ്മുടെ ഓട്ടോ പറന്ന് വരുന്നുണ്ട് കേട്ടോ കാർത്തി രാജാവ് വந்தாച്ച് അല്ല കാറില്ല സർവീസിന് കൊടുത്തേക്കുമല്ലേ ട്രെയിന് വാ യാത്ര പറയാം കേറി ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ പഠിക്കണം അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നേ അമ്മയുടെ മടിയില എല്ലാം ഇരിക്കുന്നത് കേട്ടോ ബാഗ് ഞാനിവിടെ കയറിയിരിക്കാം നമ്മൾ KSRTC സ്റ്റാൻഡിൽ വന്നു കേട്ടോ. ശരി KSRTC സ്റ്റാൻഡിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. പോളോ തിന്നു. അമ്മി ഒരു പോളോ ഞങ്ങൾക്ക് തരാവോ വേണ്ട. അപ്പൊ ശരിക്കും കൊടുത്തേക്ക്. പോയിന്റെ ദൈവം ഈ കർത്താവ് ചോദിച്ച് മേടിച്ചില്ലെങ്കിൽ ഇപ്പൊ ചിന്ന അച്ചിക്ക് കൊടുക്കും. ഇവിടെ മാറി നിൽക്കും. കോട്ടയത്ത് വന്നു കേട്ടോ. കോട്ടയത്ത് വരെ ഒരു ബസ്സിനായിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ മറ്റൂർക്ക് അടുത്ത ബസ് കയറി കേട്ടോ. കോട്ടയം ബസ് സ്റ്റാൻഡ്. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് ഞാൻ കാണിച്ചത് കോട്ടയം ബസ് സ്റ്റാൻഡ്. നവീകരിച്ച് കോട്ടയം ബസ് സ്റ്റാൻഡ്. നവീകരിച്ചൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പുറം ഇപ്പുറം എല്ലാം ബസ് ഇട്ടിട്ടുണ്ട്. ഒന്നും അറിയാൻ പോലും പറ്റുന്നില്ല. എല്ലായിടത്തും കൊണ്ടുവരും. ഞാൻ ആർക്കാടി വർക്ക് ചെയ്ത അപ്പൊ അപ്പനെ ഞാൻ കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ആഗ്രഹം. മേടിക്കയറണം. അതൊരു ഫുള്ള് ഒരു മീല് കഴിക്കാനായിട്ട് ഭയങ്കര വലിയ അച്ഛമ്മയൊക്കെ ഫ്രണ്ടിലാണ് കേട്ടോ. ആമി മാത്രമാണ് എൻ്റെ. മറ്റൂര് വന്ന് കേട്ടോ. മറ്റൂര് വന്ന് ഇറങ്ങി എത്താറായപ്പോഴത്തേക്ക് ആമിക്ക് KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി എന്നെ കരച്ചിലായിരുന്നു അറിയോ. അയ്യോ നമ്മോ ബാ. ചിറ്റമ്മയുടെ കയ്യെ പിടിച്ചു. ഞങ്ങൾ തിരിച്ച് അമ്മയായി കണ്ടിട്ട്. ഉറക്കമായിരുന്നു നല്ലേ. ആണോ ഈ പെണ്ണായിരുന്നേ. ഈ പെണ്ണ് ഇത്ര നേരം ഉറങ്ങിയിട്ട് അവസാനം ആയപ്പോഴത്തേക്കും അവർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന്. അയ്യോ ഇത്ര നേരം ഇരുന്ന് തന്നെ ഭാഗ്യം. ഇവിടെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഇതും പിന്നെ
അപ്പൊ നമ്മുടെ ലിൻഡോ ചേച്ചി വൈകിട്ടത്തേക്ക് വരും. ആ സമയം ഇപ്പൊ 4 മണിയായല്ലേ, 4 മണിയോ 3:48 കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെല്ലണം, എന്നിട്ട് നമുക്ക് അവിടെ തിരിച്ചു പോകണം. പിന്നെ അമ്മയ്ക്ക് ഫ്ലൈറ്റ് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അത് അമ്മയ്ക്ക് കാറിനകത്തിരുന്ന് തന്നെ ഫ്ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര വെപ്രാളമാണ് കേട്ടോ. അപ്പൊ അമ്മേനെയും ചിറ്റമ്മേനെയൊക്കെ ഒന്ന് ഫ്ലൈറ്റ് കാണിക്കണം. അവിടെ കയറിയിട്ട് അവിടെ കയറി പാസ് എടുത്ത് കയറാം. നമുക്ക് വാവിച്ച് അന്ന് പോയി പറ്റിയില്ലല്ലോ. ഇത് കാണാം, ഇറങ്ങുന്നതും ഡിപ്പാർച്ചറും അതൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണേ. അച്ഛൻ അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. 5 മണിക്കാണ് ചേച്ചി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4:44 ഉള്ളൂ കേട്ടോ. ആമി പോവാടാ, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ആമി ഇത്തിരി മൂഡ് ഓഫ് ആണേ, അവർക്ക് ഇങ്ങനെ നടക്കണം. അതാ അപ്പോൾ ഇവര് പ്ലെയിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 രൂപ US ഗാലറി. ഒരാൾ വെയിറ്റ് ചെയ്യണം പുറത്ത്, ബാഗ് വെച്ചു. ബാഗൊന്നും അലൗഡ് അല്ല. അങ്ങനെ കുര്യാരിയുടെ വലിയ ആഗ്രഹമായിട്ടുള്ള പ്ലെയിൻ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛക്കാണ് കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹം. അത് അച്ഛൻ വിട്ടടിച്ച് പോകുന്നതേ. നമ്മൾ അന്ന് ഇവിടെ വന്നതല്ലേ, എന്നിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെയാണല്ലേ. അടിപൊളി. ഞാനും ആദ്യമായിട്ട് കാണുക കേട്ടോ. ആ വാ ഇവിടെ. എന്തോ ആ കണ്ടിട്ടില്ല. ആ കണ്ടത് അതിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. കണ്ടിട്ടില്ല. വേണ്ട അവിടെ കിടപ്പുണ്ട് കേട്ടോ. വേണ്ട കിടക്കുന്നത്. ശ്വാസം വിട്ടത്തില്ല. അമ്മ ആദ്യമായിട്ടാണോ അടുത്ത് കാണുന്നത്? അടുത്ത ആദ്യമായിട്ടാണോ ആണല്ലേ? ആമിയുണ്ടോ അവിടെ? ആമിക്ക് പനി വല്ലതും വരാനാണോ? കൂട്ടുകാരിയുടെ പ്ലെയിനാണോ? ആണോ? മോനെ പ്ലെയിൻ കണ്ട് ഇഷ്ടപ്പെട്ടോടാ? ആ എന്തേലും വരുന്ന കാണാൻ നോക്കാം. കേറണമെന്നോ? അയ്യോ ഇച്ചിരി കഴിഞ്ഞ് കയറുവേ. അച്ഛൻ ആദ്യമായിട്ടാണ് കാണുന്നത്? അടുത്ത് കാണുന്നത് ഹെലികോപ്റ്റർ കിടപ്പുണ്ട് അവിടെ. എന്റെ മോൻ എന്നാ ചെയ്യും വേണ്ടേ? കൂട്ടുകാരിയുടെ പ്ലെയിനോ? അമ്മി നമ്മൾ എങ്ങോട്ട് പോവാടാ? ദുബായിക്ക്. ദുബായ് കൂട്ടുകാരി. അവള് പ്ലെയിനിൽ കയറാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. അതെ. ആ ഓ ശരി ശരി. ഈ ഉപ്പൊക്കെ ഇട്ടോണ്ട് അമ്മ എന്തി? ആ അവിടെ ഇരുന്നല്ലേ. പൊടിയല്ല പോപ്കോൺ. പൊരിയാണോ? അന്നേ പൊരി. എന്നാ പോപ്കോൺ. കുഞ്ചു കണ്ടില്ല, കാണാൻ വന്ന. എവിടെയാ ഗോ ഫസ്റ്റ്. ആമിക്ക് കയറണോ? ആണോ? എന്നിട്ട് ഇന്ന് കേറിയിട്ട് എന്തിനാ? ദുബായിക്ക് പോകണോ? കേറിയിട്ട് കൂട്ടായ്മ കാണണോ? അയ്യോടാ.
അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഇത്ര ഇങ്ങനെ അടുത്ത് കാണുന്നത്. ഞാൻ പക്ഷേ മട്ടന്നൂർ വെച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മട്ടന്നൂർ ഉദ്ഘാടനത്തിന് പോയ ടൈമിൽ ഞാനിങ്ങനെ മതിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ടു. ഈ ഫൈറ്റ് കണ്ടോടി പ്ലെയിൻ എന്നാന്ന് അറിയാവോ? വന്നായിരുന്നു. ഞാൻ ഒന്ന് വിളിച്ച് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ സ്റ്റാഫ് ചേച്ചിയോട് വർക്ക് ചെയ്യുന്ന ചേച്ചിയോട് ഒന്ന് വിളിച്ചു സംസാരിച്ചിട്ട് ഒന്നിവരെ കാണാൻ ഞാൻ കൂടി കയറ്റി വിട്ട്. എന്നാ പറയാമേ കണ്ടോ ഇറ്റാമ്മേ കാണാമായിരുന്നോ? കണ്ടോ പ്ലെയിൻ കിടക്കുന്നത് കണ്ടോ? ഉണ്ട്. ഒന്ന് ഇറങ്ങുന്നൊന്നും കാണാൻ പറ്റില്ല അല്ലേ? ഒന്ന് ഇറങ്ങുന്നത് കാണാൻ പറ്റില്ലല്ലേ? നമുക്ക് കയറാം. ഇനി കയറാൻ എപ്പോൾ ഭാഗ്യം കിട്ടുമെന്ന് അറിയത്തില്ല. ആഗ്രഹമില്ലേ കയറാൻ? പിന്നെ ഇല്ലേ ഇല്ല അല്ലല്ലേ അജീഷ് പറഞ്ഞേ അമ്മേനെയും അമ്മേനെയും കൂടെ മട്ടന്നൂരിൽ നിന്ന് ട്രെയിനെ കയറ്റി വിടാന്ന് പറഞ്ഞു. ആ ശരിക്ക് പോകുമ്പോൾ കയറാൻ പറ്റും. ദൈവം ഒരു സമയമുണ്ടല്ലോ, നമുക്ക് ആ സമയത്ത് കയറാൻ പറ്റും. എനിക്കൊരു നിങ്ങൾ വെളിയിൽ പോകണമെങ്കിൽ എനിക്ക് പോരാൻ പറ്റിയല്ല. എനിക്ക് വരാൻ പറ്റിയല്ല. അതെന്നാ? അത്രയും ദൂരമൊന്നും ഇത്രയും പ്രായമുള്ളവർക്ക് കയറാൻ പറ്റിയല്ല. എത്രയും ദൂരം? അമേരിക്ക ദുബായിലൊക്കെ പോകാൻ. ചുറ്റാമിക്കോ? അതിനെന്ത്? ഒരു കുഴപ്പമില്ല. ചുറ്റിക്ക് എന്നെ നടക്കണോ? കണ്ട ഒരു ഉമ്മ കൊടുത്താൽ മതി. അവൾക്ക് കൊടുത്തോ? ആമിനെ കെട്ടിപ്പിടിക്കുവാണോ? ചേച്ചിനെ കെട്ടിപ്പിടിക്കുവാണോ? രണ്ടും ടിന്നിങ് ഡ്രസ്സാ. അപ്പൂസ് പുറത്തിറങ്ങി നിൽക്കുന്നത്. എന്നെ കെട്ടിട്ട് അപ്പൂസ് പുറത്തിറങ്ങി നിൽക്കണം കേട്ടോ. ലഗേജ് ഉള്ളതാണ് ഇങ്ങനെ ലഗേജ് കയറ്റാൻ പറ്റാത്ത കാരണം പുറത്തിറങ്ങാൻ ഇറങ്ങി കയറിയെന്നൊക്കെ അറിയാം. കൈ വെച്ച് കൊടുക്കാതെ ഉപ്പ മോന്റെ കയ്യിൽ ഉപ്പല്ലേ? പോരകല്ല. കണ്ണൂരാണോ? കണ്ണൂര് വന്നോർത്തോ? നിന്നെ കേച്ചു വിട്ടടോ ദുബായിലോട്ട് കണ്ടപ്പോ ദുബായിക്ക് പോയാലോ? കളിപ്പുണ്ടാവും. ദുബായിക്ക് പോയാലോ? പോയേക്കാം. ദുബായിക്ക് പോയേക്കാം. ആമി ദുബായിക്ക് പോയാലോ? എച്ചൂട്ടി പറയാം ദുബായിക്ക് പോയാലോ? എച്ചൂട്ടി ആമി പറയത്തില്ലല്ലോ. എച്ചൂട്ടിയോട് ചോദിക്കും. എന്തിനാന്ന് ചോദിച്ചപ്പോ പറയണം ആലോചിച്ചിട്ട് കൂട്ടുകാരെ കാണാനാണ്. എന്തിനാ ദുബായിക്ക് പോകുന്നത്? അപ്പൂച്ചിക്ക് ഒരു വെള്ളം അച്ഛ അവിടെ പോയിരുന്നു. പ്ലെയിൻ കണ്ടിട്ട് സന്തോഷത്തിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. നല്ല വെട്ടമുണ്ട് നിങ്ങളുടെ ഇങ്ങനെ മുഖത്തോട് സൂര്യപ്രകാശം അടിച്ചിട്ട്. അപ്പൂച്ച എന്തിയേ? ദുബായിക്ക് പോയോ നമ്മളെ കൂട്ടാതെ? അയ്യോ മുറുക്കിയത് പോലെ ഇരിക്കുന്ന അപ്പൂസന്റെ ചുണ്ട്. ഞാൻ മുറുക്കിയതല്ല കേട്ടോ, ഇത് പൊടിച്ചാണ്. ദാഹിച്ചിട്ട് വയ്യ. ചേച്ചി ഇത്തിരി വൈകുമെന്ന് പറഞ്ഞു. അതായത് അരമണിക്കൂർ ലേറ്റാണ്. ഇപ്പം ഇവിടെ കയറാൻ വേണ്ടി കാണാൻ വേണ്ടി കയറിയതാ. പക്ഷേ പൊങ്ങുന്നതായിരുന്നു. ചിറ്റാമ്മകത്ത് കയറിയപ്പോഴേ ചിറ്റാമ്മകത്ത് കയറിയപ്പോഴേ ചിറ്റാ പറഞ്ഞത് പ്ലെയിൻ പൊങ്ങുന്നത് താഴ്ന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഒത്തിരി താമസിക്കുമോ ഇനി പ്ലെയിൻ വരാൻ? താമസിക്കുമോ നമ്മ ചോദിച്ചായിരുന്നു. താമസിക്കുന്നു പറഞ്ഞു. പൊങ്ങുന്നായിരുന്നു ഫ്ലൈറ്റ് വരുന്ന കാര്യം ചോദിച്ചായിരുന്നു അമ്മ. കൊച്ചു പറഞ്ഞോ താമസിക്കുന്നു. അപ്പം അത് മാത്രമേ ഉള്ളൂ വിഷമം. അത് കാണാതെ തിരിച്ചു പോകണം. പൊങ്ങുന്നതായിരുന്നു. പല്ല് വരെ ഓറഞ്ച് ഷൈപ്പ് ആണോ? അതിനെന്താ പറയുക, കമ്പിയുടെ മറ്റേ റബ്ബറേ മുഴുവൻ അച്ഛൻ്റെ പിടിച്ചിരിക്കുക. കമ്പിയിലിട്ടേക്ക് റബ്ബറേ മുഴുവൻ കാണിച്ചു കൊടുത്തേക്ക്. കൊണ്ടോ അമ്മീനെ കയറ്റി വിട്ടിട്ടേ ദുബായിക്ക്. നമ്മൾ ഇനി നിന്നാ പറ്റത്തില്ല. ചിറ്റാമ്മയ്ക്ക് വിഷമമുണ്ടോ? ഒന്ന് പൊങ്ങുന്നേം താഴുന്നേം കാണാൻ പറ്റാഞ്ഞിട്ട് ചെവിയൊക്കെ തിറ്റാമ്മയോട് നമ്മളിവിടെ ഞാൻ ഇവിടെ പൊങ്ങുന്നേം താഴുന്നേം കാണാൻ പറ്റാഞ്ഞിട്ട് സങ്കടമുണ്ടോ എന്ന് അപ്പൂസി ചോദിക്കുന്നു. സങ്കടമുണ്ടോ? കണ്ടിട്ട് എവിടെ കണ്ടൊന്നുമില്ല ഇറ്റമ്മ. കണ്ടില്ല. ഞാൻ മാത്രം മറ്റേ മതിന്റെ മണ്ടയ്ക്ക് ഏഴ് വെച്ചതിന്റെ മണ്ടയ്ക്ക് എല്ലാരും കയറി ഇറങ്ങി കൊടുത്ത് ഞാനും കയറി കണ്ടിട്ട് വന്നു ഉദ്ഘാടനത്തിന്. ഒന്ന് എല്ലാരും കയറി കൊടുത്തേക്ക്. ഒരു ആമ ചേച്ചിയുടെ ദേമച്ചു മുട്ടായി ഇങ്ങോട്ട് ചാടി.
ആമി 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 അറിയാതെ ഇനി അടുത്ത് നമ്മൾ പ്ലെയിൻ കണ്ടു നമുക്ക് ആനേനെ കാണാം. ആനയെ എടുത്താൽ കൂട്ടുകാരെടുക്കാൻ പോകുന്ന തിരിയുണ്ടോ? വാങ്ങിച്ച വീഡിയോ കോൾ ചെയ്തേ. അവള് ഞങ്ങൾ എയർപോർട്ടിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമ്മൾ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവള് ചോദിച്ചു കാണാൻ വന്നതാണോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിങ്ങനെ നിൽക്കുവാണ്. അതെ അതെ. കൂട്ടുകാരുടെ പ്ലെയിനിൽ ആമി കേറുന്നോ? ഇപ്പൊ ആനയെ കാണാൻ പറ്റും. ഇപ്പൊ ആനേനെ കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് ഒരു ആനയുണ്ട്. ഇവിടെ 2-3 ആനകളുണ്ട്. കാണിച്ചു തരാം. ആനയുണ്ട്. അതോട്ട് പോവല്ലേ? നിക്ക്. ആന കിടക്കുന്നു. പ്ലെയിനെ കയറാൻ ആഗ്രഹമുണ്ടോ? പിന്നെ ഉണ്ട്, പക്ഷെ പേടിയാ. ആണോ? അച്ഛക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? പറ. ആഗ്രഹമുണ്ട്. ഉണ്ട്. ചുറ്റാമെങ്കിൽ പ്ലെയിനെ കയറാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അന്ന് നമ്മള് ട്രെയിൻ അല്ല പ്ലെയിൻ പോകുന്നത് കേട്ടോ. സത്യമായിട്ട് നമ്മള് പ്ലെയിനാ കേട്ടോ. നമ്മള് പ്ലെയിനാ പോകുന്നേ. ആണോ? ഒരു ചേച്ചി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ. ഞങ്ങള് ചേച്ചി വരാണെന്ന് പറഞ്ഞിട്ട് പേര് പോലും അറിയത്തില്ല. പറയാതിരുന്നു. അപ്പൊ ഡൗട്ട് അടിച്ചില്ലായിരുന്നു ഇതുവരെ? ഇല്ല. ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം കാണാൻ വരും. വരാണ്ട് കാണാൻ പോകുന്നോണ്ടാണ് എറണാകുളം വരെ പോയിട്ട്. എന്തൊക്കെ നുണ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെ നുണകള് പറഞ്ഞെന്നാണ്. വിശ്വാസമല്ല ആങ്കാന്ന് വിചാരിക്കുക. ആഗ്രഹം സാധിക്കാൻ പോവാ നമ്മള് പ്ലെയിന് 7:45. എന്നമ്മേ 5 മണിക്കാ വരുന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ 5 മണിക്കോ? അത് 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം ഇവിടെ. ഇവിടെ പറഞ്ഞാൽ നീ എന്താ പേര് പറഞ്ഞു? പ്ലെയിനെ പോകുന്നോണ്ടാണ് അത് അയച്ചത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ലഗേജ് കൂടെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. 3 കിലോ അല്ലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ. പിന്നെ നമ്മളിപ്പോ കൃഷ്ണപ്രിയ ചേച്ചി കാണാമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. ചേച്ചിയാണ് പറഞ്ഞത്. ചേച്ചി എടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ. അതെ, ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി നമ്മളെ ഇപ്പം കാണാൻ വന്നായിരുന്നു. അപ്പൊ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് സർപ്രൈസ് ആണ്, അമ്മയുടെ അടുത്തൊന്നും പറയില്ലെന്ന്. ഇപ്പൊ അമ്മയുടെ അടുത്ത് വന്നില്ലേ ചേച്ചി? ആണോ? പോയി ഓ താന്നു. അതിന്റെ ഒച്ചയാ കേൾക്കുന്നേ. ആണോ? എനിക്ക് സാരമില്ല, നമുക്ക് കേറാല്ലോ. നമുക്ക് ഒന്നിച്ച് പോകാം പ്ലെയിൻ്റെ കൂടെ. അപ്പം ഇവിടം വെച്ച് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.